ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറുതെ നമ്മൾ വീഡിയോസ് ഇടുന്നതല്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാൻ കാരണം നമ്മൾ അപ്പം ഇപ്പം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം നമ്മൾ ചെറിയ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ട്രിപ്പ് എന്ന് പറയുമ്പോൾ ട്രിപ്പല്ല, ആക്ച്വലി ഞാൻ എൻ്റെ എക്സാം എഴുതാൻ പോവാണ് ചെന്നൈക്ക്. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ ടൈം ടേബിൾ വന്നത്. 4 ദിവസം കൊണ്ട് എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പഠിക്കാനൊന്നും ഒട്ടും ടൈമില്ല ശരിക്കും പറഞ്ഞാൽ. എക്സാം ഉണ്ടാവും നമുക്കൊരു സൂചന ഉണ്ടായിരുന്നു. പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇപ്പം എക്സാം ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 26-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിന് പോകണം. എക്സാം ചെന്നൈയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പം അവിടെ നമുക്കൊരു റൂം കിട്ടണം. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ഇതുവരെ അതൊന്നും റെഡി ആയിട്ടില്ല. ഇനി ആകെ 2 ദിവസം കൂടെ ഉള്ളൂ. ടൈം കൊണ്ട് നമുക്ക് 6 സബ്ജക്റ്റ് കവർ ചെയ്യാനുണ്ട്. ഈ സമയം കൊണ്ട് അവിടെ നമുക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടുള്ളത് ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. അതിനിപ്പോൾ അവിടെ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണം. നമ്മൾ ഫാമിലി ആയിട്ടാണല്ലോ പോകുന്നത്. കാരണം കിയനെ ഇവിടെ ഇട്ടിട്ട് ഒറ്റയ്ക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അവളെ ഫീഡ് ചെയ്യേണ്ടതൊക്കെ വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടണം. അതിനു മുമ്പ് കുറേ പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അനിയൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടിച്ചേർത്ത് അതിൻ്റെയൊക്കെ ഒരു വിശേഷം ഒക്കെ ഒരു വ്ലോഗ് പോലെ അത് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയിരുന്ന് പഠിക്കട്ടെ കേട്ടോ. നാളെയാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത്. ഇത് ഡേ 2 ആയി. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിലാണ്. കാരണം നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. നമ്മൾ ഒരു ട്രിപ്പ് പോലെ പോവുകയാണല്ലോ. അപ്പം നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പ്രത്യേകിച്ച് മേടിക്കാനുള്ളത് കിയക്കുള്ള സാധനങ്ങളാണ്. അപ്പോൾ അവളെ കംഫർട്ടബിൾ ആക്കി ഇരുത്തണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അപ്പം അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നത്. അവൾ എന്നെ സ്വന്തമായിട്ട് എല്ലാം പെറുക്കിയിടുന്നുണ്ടായിരുന്നു. വൻ അലമ്പായിരുന്നു. ഞാൻ ഏകദേശം എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി, ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇനി കിയനെ റെഡിയാക്കാനുണ്ട്. അവളെ കുളിപ്പിക്കുകയാണ്. അതിൻ്റെ ബഹളങ്ങളാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി സെറ്റായിട്ട് നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ കൂടെ വരുന്ന ഒരാൾ പോലും റെഡി ആയിട്ടില്ല. അപ്പോൾ അവരകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കിയ ബേബി റെഡി ആവാനുണ്ട്, അവളെ കുളിപ്പിക്കാനുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അവർ ചെയ്തോളും. പിന്നെ അതൊക്കെ ചെയ്ത് അവർ മാറ്റി വരുന്ന വരെ വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ പരിപാടി. അപ്പോൾ ആ സമയം കൊണ്ട് ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഒരു 8 മണിയോട് കൂടിയാണ്. അവിടെ 10:30 ആകുമ്പോഴേക്കും നമുക്ക് എത്തിയാൽ മതി. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ടൈം നേരത്തെ അവിടെ എത്താനാണ് വിചാരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ 9:30 ആകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. നമ്മൾ 8 മണിയാകുമ്പോൾ പോകും, 9 ആകുമ്പോൾ അവിടെ എത്തും. നമ്മുടെ ട്രെയിൻ വരുന്നത് 10:30 കറക്റ്റ് 10:30 ട്രെയിൻ എത്തും. അപ്പം പിന്നെ മോളുള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും കാര്യമായിട്ട് നേരം വൈകിയാൽ നമുക്ക് ട്രെയിൻ കിട്ടാതെ പോകരുതല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരുങ്ങുന്നത്. അപ്പം നമുക്ക് പോകാനുള്ള വണ്ടി ഇപ്പോൾ വരും. പിന്നെന്താ പ്രത്യേകിച്ച് പിന്നെ ഒന്നും പറയാനില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. മോളെ കാണിച്ചു തരാം കേട്ടോ. ബോയ്സിൻ്റെ ഡ്രസ്സാണോ കിയാടുന്നേ? നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കാണാം. ഇനി നാടും ഈ പച്ചപ്പും ഹരിതാപമൊക്കെ കാണാൻ എത്ര ദിവസം എടുക്കും? അങ്ങനെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക കറക്റ്റ്. ഞങ്ങൾ വിചാരിച്ച ടൈമിൽ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അത് കുറച്ചധികം നേരത്തെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ നേരത്തെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കേക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ടായിരുന്നു. വന്ന ടൈമിൽ അവളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ
എല്ലായിടത്തും ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അവൾക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഇന്ത്യ റെയിൽവേ സ്റ്റേഷനിലെ ഡോഗ്സിന് പഞ്ഞില്ലാത്തതുകൊണ്ട് കുറേ നേരം അവരുടെ കൂടെ ഇങ്ങനെ കളിച്ച് അവൾക്ക് ശരിക്കും പേടിയാട്ടോ. ഡോഗ്സിനൊക്കെ കാണുന്നത് ഇഷ്ടമാണ്, പക്ഷെ അടുത്തേക്ക് പോകുന്നതൊക്കെ ഭയങ്കര പേടിയാണ്. പിന്നെ ഇവളുടെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് കേട്ടോ ഇത്. അവളിതിന് മുമ്പ് ട്രെയിനിൽ കയറിയിട്ടുമില്ല, ട്രെയിൻ കണ്ടിട്ടുമില്ല. അപ്പോൾ അവളുടെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ്. പക്ഷെ അതിനൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും അവളുടെ മുഖത്ത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അതിനൊന്നും ഉള്ള പ്രായമായിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അവൾക്ക് കൂടുതൽ ഫീൽ ചെയ്തത് ബോറിംഗ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ ബോറടിച്ച കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ കണ്ടില്ലേ, അതാണ് ഞങ്ങളുടെ ട്രെയിൻ. അപ്പോൾ ഇനി ട്രെയിനിൽ കയറിയിട്ട് കാണാം കേട്ടോ. സ്ലീപ്പർ ക്ലാസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറിയതും ഞങ്ങൾ അപ്പർ ബർത്തിൽ അങ്ങോട്ട് ഞങ്ങളുടെ ഹെഡ് അങ്ങ് ഉറപ്പിച്ചു. കാരണം അപ്പർ ബർത്തിലിരിക്കുമ്പോൾ അവളൊന്നും കൂടെ അവൾക്കതാണ് ഇഷ്ടം എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ. അങ്ങനെ അവൾ അവിടെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ബർത്തിലല്ല, ഈ ബോഗിയിൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഞാൻ മാത്രമല്ലായിരുന്നു എക്സാമിന് പോകുന്ന. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അവരെല്ലാവരും ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ, ആ ടെൻഡൻസിക്ക് പുറത്താണ് ഈ പ്രഹസനമൊക്കെ കാണിക്കുന്നത്. പിന്നെ മാത്രമല്ല, എല്ലാവരും പഠിക്കുമ്പോൾ പഠിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ. ഇതിൻ്റെയൊക്കെ ഇടയിലും ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കിയ താഴേക്ക് പോയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അവളെങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ട്രെയിനിലുള്ള ഞങ്ങൾ നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അങ്ങനെ നേരത്തെ ഇറങ്ങിയ കാരണം ഞങ്ങൾ ഒരുപാട് നേരത്തെ പോയിട്ട് പിന്നെ 1 മണിക്കൂറൊക്കെ അങ്ങനെ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ട്രെയിന് വന്നത്. ട്രെയിന് ഒരു 5 മിനിറ്റ് ലേറ്റുമായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പഠിക്കാനുണ്ട് കേട്ടോ. ട്രെയിനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേക്ക് അമ്മച്ച് ചോറും മുട്ട പൊരിച്ചൊക്കെ കൊണ്ട് വന്നിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം അതവൾക്ക് കൊടുത്തു. വിശന്നാൽ അവളല്ലാതാവും. അപ്പോൾ വിശപ്പൊക്കെ മാറിയതിന് ശേഷം ആയതുകൊണ്ട് അവൾ കുറച്ച് നേരം ബർത്തിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. അവളുടെ മെയിൻ പരിപാടി ട്രെയിൻ മൊത്തം ഓടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. അവൾ കച്ചറയാക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ മാത്രമായതുകൊണ്ട് അവളത് ആ ഒരു യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. പിന്നെ ആരൊക്കെ എന്തൊക്കെ പഠിക്കുന്നില്ലേ, ആരെ റെസ്റ്റ് എടുക്കുന്നവരുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ യാത്ര. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് എൻ്റെ ബർത്ത് കയറിയപ്പോഴും കിയാര അവിടെ ഭയങ്കര കളിയായിരുന്നു. അവൾക്കൊരു കുപ്പി മതി. ശരിക്കും പറഞ്ഞാൽ ടോയ്സിനേക്കാളൊക്കെ അവൾക്ക് എത്ര ഇഷ്ടമായി ഇതുപോലെ കുപ്പി, ബോള്, പന്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ പപ്പൻ്റെ കൂടെ അവൾ കുറേ നേരം കളിച്ചു. അങ്ങനെ അവളെ എൻഗേജ്ഡാക്കി വെക്കാൻ എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കുറേയൊക്കെ ഹെൽപ്ഫുൾ ആവുകയും ചെയ്തു. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതുവരെ കിയ ഒട്ടും അലമ്പാക്കിയിട്ടില്ല. ഇനി അലമ്പാക്കും നമുക്ക് കണ്ടറിയാം. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ടായപ്പോൾ അവളുടെ മൂഡൊന്ന് ചേഞ്ചായിരുന്നു. പക്ഷേ ഈ ഓട്ടോയിൽ കയറി അവർക്കുള്ള ബേബി സീറ്റിലൊക്കെ അവളെ ഇരുത്തിയപ്പോൾ അവൾ ആ ജേണി നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ അവളുടെ എൻജോയ്മെൻറ്റും അവളുടെ സന്തോഷവും അതിനൊക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ട്രിപ്പാണിത്. റൂം നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വന്ന് വേഗം ഹോട്ടലിൽ ചെന്ന് റൂം എടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ തന്നെ വേഗം കിടന്നുറങ്ങി. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ഉള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. രാവിലെ നേരം എടുത്തപ്പോഴാണ് എനിക്ക് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് വന്നത്. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളും ഇല്ലായിരുന്നു കേട്ടോ വീഡിയോയിൽ ആഡ് ചെയ്യാനും. പിന്നെ നോക്കിയേ, ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് വീടിൻ്റെ മുറ്റത്ത് കോലം വരയ്ക്കും. അത് കാണാനൊരു പ്രത്യേക രസമാണ് കേട്ടോ. ഒരു ചെന്നൈ വൈബൊക്കെ അപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ വോയിസിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം ചെന്നൈയിൽ നിന്ന് വന്നതിന് ശേഷം എൻ്റെ വോയിസ് അത്ര ഓക്കെ അല്ലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റേതായ ഡിഫക്റ്റ് എൻ്റെ വോയിസിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ രണ്ടാമത് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒന്നും കൂടെ വോയിസ് ഓവർ ചെയ്യാനുള്ള മടിയോട്ടാണ്. അപ്പോൾ നമുക്ക് പാർട്ട് 2 റെഡി ആക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ടാറ്റാ.